ഇപ്പോൾ ഒരു ധാരണ പലർക്കും ഉള്ളത് കഴിഞ്ഞാൽ കോസ്മെറ്റിക് സർജറി ചെയ്ത് അതീവ സുന്ദരനോ അതീവ സുന്ദരിയാവാനാണ് ആൾക്കാർ വരുന്നത് എന്നുള്ളതാണ്. ആളുകൾ കോസ്മെറ്റിക് സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? ഇത് കോൺഫിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണോ മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ? മെയിൻ റീസൺ കോൺഫിഡൻസ് തന്നെയാണ്. നമ്മുടെ ഒരു നോർമൽ അപ്പിയറൻസ് ഇല്ലെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ അപ്പിയറൻസിൽ അപാകതകളുണ്ടെങ്കിൽ മറ്റുള്ളവർ വളരെയധികം ശ്രദ്ധിക്കും. അതിനുള്ളൊരു കുറവാണ്. പല മേഖലകളിലും അതൊരു തടസ്സമാവും എന്നുള്ളൊരു ഫീലിംഗ് ആൾക്കാരിലുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കോസ്മെറ്റിക് സർജറിക്ക് വരുന്നത്. ഇപ്പോൾ ഒരു ധാരണ പലർക്കും ഉള്ളത് കഴിഞ്ഞാൽ കോസ്മെറ്റിക് സർജറി ചെയ്ത് അതീവ സുന്ദരനോ അതീവ സുന്ദരിയാവാനാണ് ആൾക്കാർ വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കണ്ടിരിക്കുന്നത് 95% ആൾക്കാർക്കും നോർമൽ ലുക്ക് വേണം. അതായത് എന്തെങ്കിലും മോശമായിട്ട് അപ്പിയറൻസിൽ കുറവുണ്ടെങ്കിൽ അത് നികത്തി നോർമലാണ്. അതിലൂടെ അവരുടെ ലൈഫ് ബെറ്റർ ആവും, കോൺഫിഡൻസ് ബെറ്റർ ആവുന്നതോടുകൂടി പ്രവർത്തന മേഖലകളിൽ അവർക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാം കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് വരുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് സർജറിക്ക് വേണ്ടി വരുന്നത്.